2025 ഫെബ്രുവരി 19 ബുധൻ 1200 കുംഭം 7 ജനയുഗം മുഖപ്രസംഗം വായിക്കുന്നത് ജിതേഷ് കണ്ണപുരം. പൗരന്മാരുടെ ആത്മാഭിമാനം അടിയറവച്ച മോദി ഭരണകൂടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിൻ്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെയും ആത്യന്തിക ഫലം ഇന്ത്യയുടെയും 140 കോടിയിൽ പരം വരുന്ന ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിയറവക്കലായിരുന്നു. ഞായറാഴ്ച രാത്രി അമൃത്സറിൽ ഇറങ്ങിയ US സൈനിക വിമാനത്തിൽ ആ രാജ്യം നാടുകടത്തിയ 112 യാത്രക്കാരും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടാണ് യാത്ര പൂർത്തിയാക്കിയത്. അതിനു മുമ്പ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി 2 തവണകളിലായി അമൃത്സറിൽ ഇറങ്ങിയ യാത്രക്കാരും ചങ്ങലകളിൽ ബന്ധിതരായാണ് നാടുകടത്തപ്പെട്ടത്. ആദ്യ വിമാനത്തിൽ നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാർ ചങ്ങലകളിൽ ബന്ധിതരായി സൈനിക വിമാനത്തിലേക്ക് ആട്ടിത്തെളിയിക്കപ്പെട്ടതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകവ്യാപകമായി US ഭരണകൂടം പ്രചരിപ്പിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ആരും ന്യായീകരിക്കാൻ മുതിരില്ല. എന്നാൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ പൗരന്മാരെ ചങ്ങലക്കിട്ട് നാടുകടത്തുന്നത് നാടുകടത്തപ്പെട്ട വ്യക്തികളുടെ മാത്രമല്ല, അവർ ഏതൊരു രാജ്യത്തെ പൗരനാണോ ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായി തോന്നാത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അദ്ദേഹം നയിക്കുന്ന സർക്കാരിനും പ്രതിനിധാനം ചെയ്യുന്ന നാണംകെട്ട രാഷ്ട്രീയത്തിനും ആശയത്തിനും മാത്രമാണ്. മോദി സർക്കാരിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ US ഭരണകൂടത്തിൻ്റെ നടപടികളെ ന്യായീകരിക്കാൻ മുതിർന്നുവെന്നത് ഈ ഭരണകൂടത്തിന് ട്രംപ് ഭരണകൂടത്തോടും അത് പ്രതിനിധാനം ചെയ്യുന്ന യാങ്കി ആധിപത്യ മനോഭാവത്തോടുമുള്ള വിധേയത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ രാഷ്ട്രമെന്നും സാമ്പത്തിക വളർച്ചയിലും ചരിത്ര പാരമ്പര്യത്തിലും ലോകത്തിൻ്റെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ച രാജ്യമെന്നും ഊറ്റം കൊള്ളുന്നവരാണ് സ്വന്തം പൗരന്മാരുടെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കാതെ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും വിനീത വിധേയരായി പഞ്ചപുച്ഛമടക്കി നട്ടെല്ലു വളച്ച് സാമ്രാജ്യത്വ സ്തുതിപാഠകരായി അധപ്പതിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന പദവിക്ക് പകരം ഒരു ക്ലയന്റ് രാഷ്ട്രത്തിൽ നിന്നുള്ള ഇടപാടുകാരൻ്റെ വേഷമണിഞ്ഞാണ് നരേന്ദ്രമോദി തൻ്റെ US സന്ദർശനത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടത് തന്നെ. US-ൻ്റെ അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ തുടങ്ങി തെക്കേ അമേരിക്കയിലെ പഴയ ബനാന റിപ്പബ്ലിക്കുകളും ചൈനയുമടക്കം ആത്മാഭിമാനമുള്ള ജനതകളും ഭരണകൂടങ്ങളും ട്രംപിൻ്റെ വ്യാപാര പോർവിളികളെയും താരിഫ് ഭീഷണികളെയും നേരിടാൻ കാണിച്ച ആത്മവിശ്വാസവും കരുത്തും പ്രകടിപ്പിക്കാൻ എന്തേ വിശ്വഗുരു നരേന്ദ്രമോദിക്കായില്ല. രാഷ്ട്ര തലസ്ഥാനത്ത് നിന്നും വിമാനം കയറും മുമ്പ് തന്നെ സന്ദർശനം രാജ്യത്തിനു വേണ്ടി എന്താണ് കാത്തുവയ്ക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. US-ൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഗണ്യമായ തീരുവ ഇളവുകൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രാലയത്തിലെയും വാണിജ്യ മന്ത്രാലയത്തിലെയും വിദേശകാര്യ മന്ത്രാലയത്തിലെയും ബാബുമാർ സൂചന നൽകിയിരുന്നു. അതിൻ്റെ ആഴവും വ്യാപ്തിയും ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ലഭിച്ച പ്രാധാന്യത്തെക്കാൾ ഏറെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ലഭിച്ചതും തീർത്തും സ്വാഭാവികം. മസ്കിൻ്റെ ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ വിൽക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ വാർത്തകൾ ആ സന്ദർശനത്തിൻ്റെയും കൂടിക്കാഴ്ചയുടെയും ബാക്കി പത്രമല്ലെങ്കിൽ മറ്റെന്താണ്? UPA സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ച സ്വകാര്യ ആണവ സഹകരണ കരാറിൽ US കുത്തകൾക്ക് സ്വീകാര്യമായ ഇളവുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് അവരുടെ കാലഹരണപ്പെട്ട ആണവ സാങ്കേതിക വിദ്യയ്ക്കും ഊർജ്ജ നിലയങ്ങൾക്കും ഇന്ത്യയിൽ മോദി ഭരണകൂടം ചുവപ്പ് പരവതാനി വിരിച്ചു കഴിഞ്ഞു. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഏറ്റവും വലിയ വിപണിയായി മാറാൻ ഉതകും വിധം രാജ്യത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യുപകാരമെന്നോണം US നീതിന്യായ സംവിധാനം തൻ്റെ ഉറ്റച്ചങ്ങാതി ഗൗതം അദാനിക്കും ബന്ധു പരിവാരങ്ങൾക്കുമെതിരെ ആരംഭിച്ച നിയമ നടപടികൾ കെട്ടിപ്പൂട്ടി ട്രംപും പ്രത്യുപകാരത്തിന് സന്നദ്ധനായി. മോദിയുടെ ഔദ്യോഗിക US സന്ദർശന വിജയത്തിന് ഇതിൽ പരം ഇനി എന്തു വേണം? ഇന്ത്യ US ഉഭയകക്ഷി ബന്ധത്തിൻ്റെ ബലതന്ത്രം എന്തെന്നും അതിൽ ഇന്ത്യയിലെ സാധാരണ പൗരന്മാരുടെ സ്ഥാനം എന്തെന്നും അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തുന്നതാണ് മേൽപ്പറഞ്ഞ വസ്തുതകൾ. തീവ്ര ദേശീയതയുടെ മറവിൽ സ്വന്തം ചങ്ങാതിമാർ നേതൃത്വം നൽകുന്ന കുത്തക കോർപ്പറേറ്റുകളുടെ അതിരുകളില്ലാത്ത ലാഭ താൽപ്പര്യത്തിനപ്പുറം പൗരന്മാരുടെ ആത്മാഭിമാനത്തിനോ മാനവിക മൂല്യങ്ങൾക്കോ തെല്ലും വില കൽപ്പിക്കാത്ത ഇടപാടുകളാണ് മോഡി ട്രംപ് ഭരണത്തിൻ്റെ അടിത്തറയെന്നാണ് ഈ സന്ദർശനവും അതിൻ്റെ അനന്തരഫലവും തെളിയിക്കുന്നത്. ഇതിനകം നാടുകടത്തപ്പെട്ട 400ഓളം ഇന്ത്യക്കാർ മാത്രമല്ല കൊടിയ അപമാനത്തിന് ഇരകളാവുക. അത്തരത്തിൽ നാടുകടത്തപ്പെടാൻ ചാപ്പ കുത്തപ്പെട്ട ആയിരങ്ങളും സമാന സാഹചര്യങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ഇന്ത്യൻ പൗരന്മാരുടെ പ്രാഥമിക മനുഷ്യാവകാശങ്ങളും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ കഴിയാത്ത മോദി ഭരണകൂടത്തിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമാണ് നഷ്ടമായിരിക്കുന്നത്.